നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം വേദനപ്പെടുന്നത്, ഭാരപ്പെടുന്നത്. സംഭവങ്ങളെ സംഭവങ്ങളായിട്ട് മാത്രം കാണുക. നമ്മൾ ഒരു കണ്ണാടി പോലെ ആവുക. കണ്ണാടി അതിൻ്റെ മുന്നിൽ വരുന്ന രൂപത്തെ പിടിച്ചു വയ്ക്കുന്നില്ല. രൂപം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോയാലും കണ്ണാടിക്ക് കണ്ണാടിയായിട്ട് നിലകൊള്ളാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും. ഇതാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത്. ഒരാൾ നമ്മളെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കും. അതേപോലെ ഒരാൾ നമ്മളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കും. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് എങ്കിൽ ആ മനസ്സ് ശാന്തമാവില്ല. ആ മനസ്സ് ഭാരം നിറഞ്ഞതായിരിക്കും. മനസ്സ് ഭാരപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ഭാരപ്പെടും. ഇത് മനസ്സിലാക്കിയിട്ട് ആണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ആകാശത്തെ പോലെ ആവുക. ആകാശം കാർമേഘങ്ങളെ പിടിച്ചു വയ്ക്കുന്നില്ല. നമ്മൾ കണ്ണാടി പോലെ ആവുക. കണ്ണാടി അതിൻ്റെ രൂപത്തെ പിടിച്ചു വയ്ക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞുപോയ അനുഭവങ്ങളെ നമ്മൾ എടുത്ത് ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകാത്തത്. മനസ്സിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണോ അതിനെ അതായിട്ട് മാത്രം കാണുക. ഒരു കാഴ്ചക്കാരനായിട്ട് കാണുക. അതിനെ ഒരു സാക്ഷിഭാവത്തിൽ നമ്മൾ കാണുക. അപ്പോൾ അത്ര ശക്തിയായിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങില്ല. അതത്ര കണ്ട് ആഴത്തിൽ നമ്മളെ സ്പർശിക്കില്ല. ആ സമയത്ത് നമുക്ക് വേദനയിൽ നിന്ന്, ഭാരപ്പെടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. ഒരാൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ അത് വന്നു പോകുന്നതാണെന്ന് അറിയുക. അതേപോലെ ഒരാൾ അപമാനിക്കുമ്പോൾ അതും വന്നു പോകുന്നതാണെന്ന് അറിയുക. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. അതിനായിട്ടുള്ള ഒരു ചെറിയൊരു പരിശീലനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സ് സ്വതന്ത്രമാവുക. നമ്മൾ ആകാശത്തെ പോലെ ആവുക. നമ്മളൊരു കണ്ണാടി പോലെ ആവുക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാവും. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും അതേപോലെ സ്വീകരിക്കുക. അതെന്താണോ അതായിട്ട് കാണുക. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി അതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിത്യവും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അതിന് നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണമെന്നില്ല, കൂടുതൽ അറിവുകൾ കേൾക്കണമെന്നില്ല. പക്ഷെ നിത്യജീവിതത്തിൽ കേട്ട ചെറിയ കാര്യങ്ങൾ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥരും ശാന്തരുമാകാൻ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. കുറച്ച് സമയം നമ്മളെ നിരീക്ഷിക്കുക. ഏത് രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്? ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ടോ? അതോ സംഭവങ്ങളെ സംഭവങ്ങളായിട്ട് മാത്രം എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ രീതിയിൽ നമ്മളെ മനസ്സിലാക്കണം. നമ്മളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ആ ഒരു ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. എത്ര കണ്ട് ഈ ഒരുക്കങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അത്ര കണ്ട് നമുക്ക് സ്വസ്ഥരും ശാന്തരുമാകാൻ കഴിയും. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ